ഞങ്ങളൊന്ന് പുറത്തേക്ക് പോകുക. സാരിയൊക്കെ പുറത്ത് കാണിക്കാൻ പറ്റാതായി. പുതിയ ഒരെണ്ണം എടുക്കണമെന്ന് വിചാരിക്കുന്നു. കഴിഞ്ഞ ആഴ്ചയല്ലേ പുതിയ സാരി വാങ്ങിച്ചത്? അതൊന്നും ഇപ്പൊ വേണ്ട. അങ്ങനെ വിചാരിക്കാൻ കൂടി മേലെ. നമുക്ക് പട്ടണത്തിലേക്ക് തന്നെ പോകാം. ഒന്നുമില്ലേലും പുതിയ കുറെ മോഡലുകൾ കാണുമെങ്കിലും ചെയ്യാമല്ലോ. ഇത് ഇന്നലെ വന്ന ഡിസൈനാ. 850 രൂപ. മറ്റേത് 725 രൂപ. ഒന്നും ശരിയാവുന്നില്ല. ആദ്യം എടുത്ത സാരി തന്നെ മതി. സാരി ഇങ്ങോട്ട് താ അമ്മച്ചി, ഞാൻ പിടിച്ചോളാം. എന്നാ പിടിച്ചോ, സൂക്ഷിച്ചോണം. ഏതായാലും ഞാൻ വിചാരിച്ച ഡിസൈൻ തന്നെ കിട്ടി. കർത്താവേ, ഇത് ഞാനെടുത്ത സാരി അല്ലല്ലോ. കവറ് മാറിപ്പോയി. ഇത് വേറെ ആരാണ്ടും വാങ്ങിയ സാരിയാ. ചേച്ചേ, എന്തൊരു വൃത്തികെട്ട സാരി. ഇത് 4 പേരുടെ വെട്ടത്ത് കാണിക്കാൻ കൊള്ളാമോ? ഓ, ഈ പെണ്ണ് കാരണം ഇതൊക്കെ സംഭവിച്ചത്. എടി, ഇപ്പൊ പൊയ്ക്കോണം. നീയല്ലേ കവറ് മാറിയത്? മര്യാദയ്ക്ക് എന്റെ സാരി കൊണ്ടുവന്നോ, അല്ലെങ്കിൽ നിന്റെ തൊടലെ തോലി ഞാനിന്നെടുക്കും. ഓഹോ, പേടിക്കണ്ടടി, വഴിയുണ്ട്. ഇതിൽ വില എഴുതിയിരിക്കുന്ന കണ്ടില്ലേ? വെറും 325 രൂപ. ഒരു പണി ചെയ്യാം. നോക്കമ്മച്ചി, ഈ സാരിയുടെ വില എത്രയെന്ന് കണ്ടോ? അയ്യോ, ഇത് 1325 രൂപയുടേതാണല്ലോ. അതാ ഇത് പിടിച്ചു നോക്കിയപ്പം തുണിക്കൊരു മിനുസം. ശരിക്കും നോക്കിയാ നല്ല സുന്ദരം ഡിസൈനാ. എന്തൊരു പകിട്ട്. സ്റ്റെല്ലയുടെ കല്യാണത്തിന് ആ കളക്ടറുടെ ഭാര്യ ഇങ്ങനത്തെ ഒരു സാരി ഇട്ടിരിക്കുന്നു കണ്ടു. സാരി ഇങ്ങോട്ട് താ അമ്മച്ചി, ഞങ്ങളെ കൊണ്ടുപോയി മാറിക്കൊണ്ടുവരട്ടെ. ഓ, ഇനിയിപ്പൊ നിങ്ങള് പോണ്ട. അതൊക്കെ വലിയ മെനക്കേടാ.